അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ആഴ്ചകളിലൂടെ പേര് രചിച്ച കുറേ സഹോദരിമാർ വീടുകളിൽ പോകാൻ പറ്റി. അതിൽ ഒരു സഹോദരി രക്ഷപ്പെട്ട 100 ചില്ലാനം കിലോമീറ്റർ അപ്പുറത്ത് ഒരു തീരദേശത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സഹോദരിൻ്റെ വലിയ കുട്ടിക്ക് 7 വയസ്സ്, ചെറിയ കുട്ടിക്ക് 3 വയസ്സ്. അപ്പോൾ പിന്നെ പിതാവിനെ കാണാതായി, പിതാവ് പിന്നെ വരാതായി. അങ്ങനെ ആ സഹോദരി അധ്വാനിച്ച് കൊണ്ടുവന്ന് കുട്ടികളൊക്കെ വളർത്തി എല്ലാവരെയും സഹകരണത്തോട് കുട്ടീനെ വലിയ കുട്ടീനെ കെട്ടിച്ച് രണ്ടാമത്തെ കുട്ടിക്ക് 18 വയസ്സായി ആൺകുട്ടിക്ക്. ഈ കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടീൻ്റെ വാപ്പ മരിച്ചുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് തിരിച്ചു പോകുന്നു. അവിടുന്ന് വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ കുട്ടിയും കൊണ്ട് ഈ മകൾ ഇമ്മാൻ്റെ അടുത്ത് തിരിച്ചു വന്നു. അമ്മ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ പോറ്റിയിട്ടാണ് മക്കളെ വളർത്തിയത്. എന്നാലും ഇനിയൊരു പേരക്കുട്ടിനെയും കെട്ടിച്ചയച്ച മകളെയൊക്കെ രണ്ടാമത് നോക്കാൻ താത്ത പ്രയാസപ്പെട്ട് പണിക്കുമല്ലോ തുടങ്ങി. അന്ന് 3 വയസ്സായ ആൺകുട്ടി, ആ 3 വയസ്സായ ആൺകുട്ടിക്ക് 18 വയസ്സായി. അധ്വാനിച്ച് വല്ലതും കൊണ്ടുവരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓനെ ആക്സിഡൻ്റായിട്ടാണ് മരിച്ചുപോയി. അപ്പം മകളെ കെട്ടിച്ച് മകളെ ഭർത്താവ് മരിച്ചു, മകളും ഒരു പേരക്കുട്ടിയെ തിരിച്ചു വന്നു. പിന്നെ ഈ 18 വയസ്സായ മകനും മരിച്ചു. അതോടുകൂടി താത്ത ശൂന്യായി. എന്നാലും താത്ത പ്രയാസപ്പെട്ട് മക്കളൊക്കെ ഈ പേരക്കുട്ടിനെയും മകളെയും നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ പേരക്കുട്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ആ താത്താക്ക് പണിക്ക് പോകാൻ വയ്യ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ 100 ചില്ലാനം കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് ആ ഉമ്മ നമ്മൾ എടുത്തെത്തുന്നത്. പലതരം പരീക്ഷണങ്ങൾ. കുറച്ച് കാലത്തിനുള്ളിൽ 3 പ്രയാസം. ഒന്ന്, ഭർത്താവ് കാണാതായി പോയി. കെട്ടിച്ച പെൺകുട്ടീൻ്റെ ഭർത്താവ് മരിച്ച് അവൾക്ക് ഒരു കുട്ടിയുടെ അവർ തിരിച്ചു വന്ന്, ഒരു മകന് മരിച്ചും പോയി. ഇപ്പോൾ ആ താത്ത ഒന്നും പതറാതെ നമ്മളവരെ വീടുകളിൽ പോയി നോക്കിയപ്പോൾ വളരെ സന്തോഷത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാണ്. കേൾക്കണം ഞങ്ങൾ നിട്ടുക എന്നുള്ളതല്ലാതെ പറയുന്ന താത്താക്ക് ഒരു ഇടർച്ച കണ്ണീരൊന്നുമില്ല. താത്ത ഒന്നും പതറാതെ തളരാതെ എല്ലാം അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്. പഠിച്ചോന് എൻ്റെ കാര്യത്തിൽ ഒരു ഹൈറുണ്ടാക്കി തരും. കാരണം ഭർത്താവ് ചെറുപ്പത്തിൽ ഉപയോഗിച്ച് പോയി 2 കുട്ടികളെ പോറ്റാനുണ്ടായ പ്രയാസം. അത് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ സഹകരണത്തിൽ കല്യാണം കഴിച്ച് കുട്ടി ആയി ഒരു സുഖമായി ജീവിക്കുമ്പോൾ മരുമകൻ മരിക്കുക, മകളും പേരക്കുട്ടിയും തിരിച്ചു വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം മകൻ ആക്സിഡൻ്റായിട്ട് മരിക്കുക. ഇപ്പോൾ താത്താക്ക് പ്രായമാവുക, അധ്വാനിച്ചുകൊണ്ടിരുന്ന ആളില്ലാതാവുക. ഇപ്പോൾ ഒക്കെ താത്ത പറഞ്ഞാൽ പഠിച്ചോൻ എന്തൊരു വഴി ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങളിങ്ങനെ വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞപ്പോൾ എങ്ങനെ പഠിച്ചോനൊരു വഴി ഉണ്ടാക്കി തരും എന്നുള്ള ഒരു സമാധാനമാണ്. അപ്പോൾ ഈ 3 പ്രയാസങ്ങൾ ഒന്നിച്ച് അനുഭവിച്ചിട്ടും ആ സഹോദരിൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു പരാതിയോ പരിഭവോ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമ്മളവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. വല്ലതും കിട്ടിക്കാളെന്ന് വിചാരിച്ചിട്ട് ഒരു ദൈന്യത കലർന്ന പറച്ചിലോ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതെല്ലാം അള്ള തന്നതാണ്, ഇതിൽ ഞാൻ ക്ഷമിക്കുകയാണ്, ഇതിന് പകരം കിട്ടും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുള്ള ഒരു സഹോദരി. ഇതൊക്കെ ഈ കേൾക്കുമ്പോൾ നമ്മളെ ഈമാനായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ പഠിച്ചോൻ തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. തിരിച്ച് പഠിച്ചോൻ നമുക്ക് കൊടുക്കാൻ കഴിയുണ്ടോ ഇല്ല എന്നുള്ളൊരു ആത്മപരിശോധനക്കും കൂടി ഇത്ര അനുഭവങ്ങൾക്ക് പറ്റും. പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം എപ്പോഴും പരിചയമുള്ള നബുലുവനക്കും ബി ഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ ഈ സഹോദരിക്ക് നല്ല ഭയം വന്നിട്ടുണ്ടാവും. പിന്നാലെ മരണങ്ങൾ, അധ്വാനിച്ചുകൊണ്ടിരുന്ന മകൻ്റെ മരണം, വരുമാനം ഇല്ലാതായി, പട്ടിൻ്റെ വക്കത്തെത്തി. സത്യത്തിൽ ഈ ആയത്ത് പറഞ്ഞ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷവാർത്ത എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ മുന്നിലുണ്ട്. നമുക്ക് പറയാൻ പഠിച്ചവനെ താങ്ങാനാത്ത ഇത്തരം പരീക്ഷണങ്ങൾ തൊട്ടൊക്കെ കാക്കണേ നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുമ്മലും കാക്കട്ടെ.
വിശ്വാസം പറഞ്ഞു, സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ ദേഹത്തിനും സന്താനങ്ങൾക്കും സമ്പത്തിനും ആപത്ത് ബാധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പാപമുക്തരായി അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് തിരുമതി. അപ്പോൾ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അവരുടെ ദേഹത്തിനും സന്താനങ്ങൾക്കും സമ്പത്തിനും ആപത്ത് ബാധിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ പാപമുക്തരായി അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ്. ഇതുപോലുള്ള അവസ്ഥ വരുമ്പം ക്ഷമിക്കാനും ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം പ്രയാസഘട്ടങ്ങളിലൊക്കെ ക്ഷമിക്കാനുള്ള കഴിവും മനസ്സൊക്കെ അള്ളാഹ് നമുക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. താങ്ങാനാകാത്ത പരീക്ഷണത്തോടൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതേപോലെ കഴിഞ്ഞ ആഴ്ച ഫിസിയോതെറാപ്പിയിൽ പേര് രജിസ്റ്റർ ചെയ്ത ഒരു വീട്ടിൽ പോയി. അവിടെ 23 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് വരുമാനമായി തുടങ്ങി. നാട്ടിലെല്ലോ കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ, ഒരു പരോപകാരിയായ കുട്ടി, ദീനിയായ ജീവിതം, ഇത് കണ്ട് സമാധാനത്തിൽ കഴിയുന്ന ഒരു വാപ്പയും അതിൻ്റെ താഴെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ മറ്റു സ്ഥലത്തേക്ക് ജോലിക്ക് പോയി. അത്യാവശ്യം നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് വരുമാനമൊക്കെ കിട്ടി. ഒരു ദിവസം പനിയുടെ വരെ തിരിച്ചു വന്നു. ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 8-10 ദിവസം കൊണ്ട് ടെസ്റ്റ് പൂർത്തിയായപ്പോഴേക്ക് കുട്ടി തളർന്നു പോയി. 23 വയസ്സായ നല്ല ആരോഗ്യവാനായ പഴയ ചിത്രം കാണിച്ചു വന്നു. ഈ പനിക്കണേൻ്റെ ഒരാഴ്ച മുന്നേ ജോലി ചെയ്ത നാട്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ. നല്ല സുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. അവസാനം ഈ പനി വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വാപ്പയും ഉമ്മയുമാണ്. രണ്ടാൾ വാപ്പയും ഉമ്മയും ഒന്നിച്ച് ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ 23 വയസ്സായ കുട്ടീനെ പിടിച്ച് നടത്താനോ അവൻ്റെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ചിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കാനോ ഒന്നും പറ്റാത്ത ഈ ഉമ്മ വാപ്പ അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. കാരണം ആ കുട്ടി ഒരു 23 വയസ്സ് ഇങ്ങനെ തന്നെ ആ പഴയ ഫോട്ടോയും ഈ പുതിയ അവസ്ഥയും കാരണം ഒരു 10 ദിവസത്തെ ഒരു മാറ്റം കൊണ്ടാണ് ആ കുടുംബത്തിൻ്റെ ടൈം ടേബിൾ മൊത്തം മാറി. ഇപ്പോൾ നമുക്കൊക്കെ ഒരു കുട്ടി ആൺകുട്ടിയാണ്, ഒന്ന് നയിച്ചുകൊണ്ടിരാണ്ട്, ഇപ്പോൾ തിരക്കേടില്ല എന്നൊക്കെ തോന്നും നമ്മൾക്ക്. പക്ഷേ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ നീങ്ങിക്കളഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മുഴുവനും ഈ കുട്ടികളെ പോറ്റുക എന്നുള്ളത് മാത്രമായി പോകുന്നൊരവസ്ഥയുള്ളത്. അള്ളാഹു എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് ക്ഷമ കൊടുക്കട്ടെ, ശിഫ നൽകട്ടെ. നല്ല ക്ഷമയുള്ള നല്ല തക്കമുള്ള വാപ്പയമ്മി. ഇങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹു സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞത്. പക്ഷെ ആ രീതിയിലുള്ള ഗുണം അങ്ങനെ രംഗം വരികയാണെങ്കിൽ കുറച്ച് നമുക്കും തരട്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. അതേപോലെ 73 വയസ്സായ ഉമ്മാക്ക് വൻകുടലിന് ക്യാൻസർ വന്നു. അപ്പോൾ കൊളോസ്റ്റമി ബാഗൊക്കെ വേണം, കാര്യമായിട്ട് വരുമാനമൊന്നും ഇല്ലയെന്ന് ഇവിടെ പേര് രക്ഷിച്ചത്. അങ്ങനെ അവരുടെ വീട്ടിൽ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ഭർത്താവിനെ കൊണ്ട് 78 വയസ്സായിട്ടുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ വളരെ സന്തോഷത്തിൽ കയറ്റിയിരുത്തി, നല്ല പെരുമാറ്റമൊക്കെ. അപ്പോൾ എന്താ വാർത്ത എന്ന് വെച്ചാൽ പറഞ്ഞാൽ അൽഹംദുലില്ലാ റാഹത്താണ്. എന്താണ് നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം എന്നപ്പോൾ ഞാൻ കൂലിപ്പണിക്കൊക്കെ പോവുമായിരുന്നു. ഇപ്പം എനിക്ക് 78 വയസ്സായിട്ടുണ്ട്. 10 കൊല്ലം മുന്നേ എൻ്റെ മരുമകൻ്റെ കിഡ്നി പോയി. ഞാൻ എൻ്റെ മരുമകൻ്റെ കിഡ്നി അങ്ങോട്ട് കൊടുത്തു പോകാൻ. അപ്പോൾ 68ാമത്തെ വയസ്സിലാണ്. ഇതിനെക്കാട്ടിലും 6 വയസ്സ് 7 വയസ്സൊക്കെ കൂടുതലുള്ള ഒരു മനുഷ്യനാണ് മരുമകന് കിഡ്നി കൊടുത്തത് തന്നെ. അപ്പോൾ നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആളാണ്. ഞാൻ പറഞ്ഞു എനിക്ക് 62 വയസ്സായിട്ടുള്ളൂ, ഇപ്പോൾ ആവണുള്ളൂ. നിങ്ങൾ 68ാമത്തെ വയസ്സിൽ കിഡ്നി കൊടുത്തു വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. അള്ളാഹ് തന്നതൊക്കെ നല്ലതിനാന്ന് ഞാൻ വിചാരിക്കുക. എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ കിഡ്നി കൊടുത്തു. ആസ്പത്രിയിൽ ചെന്നപ്പോൾ ഓരും ചോദിച്ചു നിങ്ങൾക്ക് ഇത്ര ധൈര്യം എന്താണെന്ന്. എനിക്കൊരു പ്രശ്നമില്ല, അങ്ങനെ കിഡ്നി കൊടുത്താണ്. അങ്ങനെ റാഹത്തായിട്ട് പോവാണ്. എനിക്കൊരു പ്രശ്നമില്ല, ടെൻഷനുമില്ല. അള്ളാഹ് തന്നതൊക്കെ നല്ലതിനാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ എല്ലാം അള്ളാഹ് വരേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാൻ്റെ തീരുമാനമൊക്കെ അനുകൂലമായിട്ട് നല്ലതിനായിരിക്കും എന്നുള്ളൊരു ക്ഷമ അത് എനിക്കും എൻ്റെ ഭാര്യക്കും മക്കൾക്കൊക്കെ ഉണ്ട്. ആൺകുട്ടികളൊന്നുമില്ല. നല്ല സംസാരമുള്ള 78 വയസ്സായിട്ട് നല്ല പെരുമാറ്റം. ഞാൻ ഭാര്യനെ കാണിച്ചു തരാൻ അറിഞ്ഞാണ്ട് റൂമിൽ കൊണ്ടുപോയി. അപ്പോൾ ഭാര്യ ഇങ്ങനെ ക്യാൻസറായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ വൻകുടലിൽ ക്യാൻസർ എന്ന് താഴെ ഭാഗം അടച്ച് വയറ് സർജറി ചെയ്ത് കൊളസ്ട്രോമിയൊക്കെ വെച്ച് ആ കൊളസ്ട്രോമി ബാഗിന് തന്നെ ഒരുപാട് പൈസ ആണ്. എൻ്റെ ബോക്സൊക്കെ കാണിച്ചു വന്നു. 10 ദിവസത്തിനൊക്കെ വാങ്ങും, മുഴുവനും വാങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു ടെൻഷനില്ലാത്ത നല്ല പെരുമാറ്റം. അപ്പോൾ കുറേ ഈ രീതിയിൽ പ്രതിസന്ധിയിലൊക്കെ പിടിച്ചിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. പിന്നെ വിശ്വാസം പറഞ്ഞു, സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെ. ഏത് കാര്യവും അവനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. സത്യവിശ്വാസിക്കല്ലാതെ അതുണ്ടാവില്ല. സന്തോഷകരമായ വല്ലതും കൈവന്നാൽ അവൻ നന്ദിയുള്ളവനായിരിക്കും, അപ്പോൾ അതവന് ഗുണകരമായി. വിഷമകരമായ വല്ലതും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അതും അവന് ഗുണകരം തന്നെ.
അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടൊരു ടെൻഷനില്ലാത്ത മനുഷ്യന്മാർ. ഇപ്പോൾ ആ ഹദീസ് ഒന്നുകൂടിയൊക്കെ ആലോചിച്ചാൽ സത്യവിശ്വാസിയുടെ കാര്യം ആശ്ചര്യം തന്നെ. ഏത് കാര്യവും അവനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണ്. സത്യവിശ്വാസിക്കല്ലാതെ അതുണ്ടാവില്ല. സന്തോഷകരമായ വല്ലതും കൈവന്നാൽ അവൻ നന്ദിയുള്ളവനായിരിക്കും, അപ്പോൾ അതവന് ഗുണകരമായി. വിഷമകരമായ വല്ലതും അവനെ ബാധിച്ചാൽ അവൻ ക്ഷമിക്കും, അപ്പോൾ അതും അവന് ഗുണകരം തന്നെ. ഇപ്പോൾ ഈ ഹദീസിലൊക്കെ പറഞ്ഞതുപോലെ പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സന്തോഷം ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യാനൊക്കെ ഒരവസ്ഥ അള്ളാഹു ആ രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്തി തരാം. അതേപോലെ 36 വയസ്സായ ഒരു സഹോദരൻ നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു. ഡ്രൈവറായി ജോലിയുടെ ഇടയിൽ സ്ട്രോക്ക് വന്നു. സംസാരത്തിന് പ്രയാസമായി, കൈകാലുകൾക്ക് സ്വാധീനം കുറഞ്ഞ് നടക്കാൻ പ്രയാസമായി. 1 മാസം കൊണ്ടല്ല നമ്മളെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്ന് നടക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ അവിടെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ ജുമാക്ക് പോയപ്പോൾ ആ സഹോദരി ഭർത്താവിനങ്ങനെ നടത്തുന്നുണ്ട്. അപ്പോൾ സ്വന്തം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണുപോകുമെന്ന് പേടിച്ചിട്ടൊപ്പം നിൽക്കുകയാണ്, ഒരു പ്രശ്നമില്ല, നടക്കുന്നുണ്ട്, വളരെ റാഹത്താണ് കാരണം. ചെറിയ 2 കുട്ടികളാണ്. പക്ഷെ ആ സഹോദരൻ്റെ പ്രതീക്ഷ ഭർത്താവ് ഒന്ന് നടന്ന് കിട്ടി എന്തെങ്കിലും പണിക്ക് പോയെങ്കിൽ ഉപജീവനമാർഗം ഒക്കെ നടക്കുകയുള്ളൂ. 2 കുട്ടികളുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പഠിച്ചവനൊരു വഴി ഉണ്ടാക്കി തരും. നല്ലവണ്ണം അധ്വാനിച്ച മനുഷ്യനാണ്. ഇപ്പോഴത്തെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഒരു പരാതിയോ വേവലാതിയോ ഒന്നും ഇല്ലാതെ എല്ലാം അള്ളാഹു തന്നത് നല്ലതിനാവും എന്ന് വെച്ച് ഭർത്താവിൻ്റെ പിന്നാലെ നിഴലായിട്ട് നിസ്കരിക്കാൻ കൊണ്ടുപോകാനും ഫിസിയോതെറാപ്പി ചെയ്യാനും അവിടെ നടത്താനും അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വളരെ നല്ല രീതിയിൽ കുറച്ച് നേരം അവരോട് സംസാരിച്ചപ്പോഴാണ് ഈ 37 വയസ്സായ ഒരു സഹോദരന് എന്തായാലും ഒരു 4-5 വയസ്സൊക്കെ കുറവുള്ളൊരു പെൺകുട്ടിയാവുമല്ലോ ആ ഭാര്യ. പക്ഷെ ആ ഭർത്താവിൻ്റെ പിന്നാലെ കൂടി ഭർത്താവിന് രോഗം മാറുന്നു പ്രതീക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു ഭാര്യ. അവരും പഠിച്ചപോലെ നന്നായിട്ട് തവക്കലാക്കിയിട്ടുണ്ട്. വേറെ നമ്മൾ ഒരു സഹോദരി ഇവിടെ പേര് 55 വയസ്സാണ് ആ സഹോദരിക്ക്. ഭർത്താവ് 1.5 മാസം മുമ്പ് മരിച്ചുപോയി. വളരെ വൈകിയാണ് ആ സഹോദരനെ കല്യാണം കഴിച്ചത്. ഇപ്പോൾ 12 വയസ്സായ ഒരു കുട്ടിയുണ്ട്. 55 വയസ്സായ ഈ താത്താക്ക് കുട്ടീനെ പോറ്റാൻ അധ്വാനിക്കാൻ പോകണം. പക്ഷെ നല്ല പ്രയാസമുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ 12 വയസ്സായ കുട്ടിക്ക് കിഡ്നി കേടായി തുടങ്ങിയിട്ടുണ്ട്. വളരെ വില പിടിപ്പുള്ള മരുന്നുകളാണ് ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം, ഇടയ്ക്ക് സ്കൂളിൽ പോകും, ഇടയ്ക്ക് വീട്ടിൽ നിൽക്കും, ഇങ്ങനെ പ്രയാസപ്പെടുന്നു. ആ താത്താണ്ട് സംസാരിച്ചപ്പോഴും താത്ത വളരെ നല്ല സമാധാനത്തിൽ തന്നെ. അതിനും വീടൊക്കെ ഒരു ഭാഗം പൊളിഞ്ഞിടാനായിട്ടൊന്നും ആ താത്തക്ക് ഒരുപാട് സങ്കടങ്ങളൊന്നുമില്ല. പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും, അള്ളാഹ് സഹായിക്കും, രക്ഷപ്പെടുന്നുള്ള നല്ലൊരു ആത്മവിശ്വാസത്തിലാണ് ആ സഹോദരി കഴിഞ്ഞോളൂ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പേര് രചിച്ചത് ഒരു 27 വയസ്സായ ഭർത്താവ് മരിച്ചൊരു സഹോദരി. 3 ചെറിയ കുട്ടികളാണ്. ഒരു 10-60 കിലോമീറ്റർ അപ്പുറത്ത് വീടിലൂടെ വരെ വീടുകൾ പോയി നോക്കിയപ്പോൾ വീടിൻ്റെ പരിസരത്ത് കൂടെ പോണ പോക്കിൽ അവിടെ കയറാൻ വിചാരിച്ച് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ക്രിസ്മസിന് കുട്ടികൾ സ്കൂളിൽ കൂട്ടിയപ്പോൾ പോയതാണ്, ഇവിടെ ഇല്ലല്ലോ പറഞ്ഞു. ശരി എന്നാൽ പിന്നെ വരാതെ പോന്നു. ഈ കഴിഞ്ഞ ആഴ്ച ആ വഴി യാത്ര ചെയ്തപ്പോൾ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങളെവിടെ ഉള്ളത് വെച്ചാൽ. അപ്പോൾ ആ സഹോദരി പറഞ്ഞേ ഞാൻ ഇപ്പോഴും വീട്ടിലില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നില്ല വെച്ചപ്പം പോന്നു, കുട്ടിക്ക് സുഖമില്ലായിട്ട് അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താണ്, തീരെ സുഖമില്ല. അപ്പോൾ ആശുപത്രിക്ക് വരാൻ പറ്റുമോ ചോദിച്ചാൽ ആശുപത്രി വരാൻ പറ്റുന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രി പോയി. ആശുപത്രി ചെന്നപ്പം ഈ 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഗ്ലൂക്കോസും കയറ്റി കിടക്കുക. അതിൻ്റെ താഴെ ഒരു കുട്ടിയുണ്ട്, അതിൻ്റെ താഴെ ഒരു കുട്ടിയുണ്ട്. ഭർത്താവിൻ്റെ തണൽ അതിന് നഷ്ടപ്പെട്ടു പോയി, നോക്കാനാരുമില്ല. അപ്പോൾ എന്താ വഴി ചോദിച്ചപ്പം സുഖമുണ്ട്, നാളെ ഡിസ്ചാർജ് ചെയ്യണം, പൈസ ഉണ്ടോ, ബില്ലടക്കാൻ പൈസ ഉണ്ടോ വെച്ച്. അപ്പം ബാപ്പ കൂലിപ്പണിക്ക് പോയതാണ്. ബാപ്പ വന്നിട്ട് ബില്ലടക്കാൻ എന്നിട്ട് പോകാറുണ്ട്. പിന്നെ തല കിപ്പിട്ടെത്തി. ഒന്നും പരാതിയൊന്നും പറഞ്ഞതില്ല, ചോദിച്ചോയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ കുറേ പൈസ എടുത്തു കൊടുത്ത്. അപ്പം ആ സഹോദരി ഒന്നും പറയാൻ കഴിയാതെ മനസ്സാകെ ഇടങ്ങറിപ്പോയി. ഓർക്കാപ്പുറത്താണ്. കാരണം ബാപ്പ കൂലിപ്പണി എടുത്തിട്ട് വല്ലതും കൊണ്ടുവന്നിട്ട് വേണം ഡിസ്ചാർജ് ബില്ല് കൊടുക്കാനാണ്. ഇതിൽ പഠിച്ചവൻ്റെ ഒരു പ്ലാനിങ് ഇങ്ങനെ ആലോചിച്ചു. 2 ആഴ്ച മുമ്പ് അവിടെ നമ്മൾ വിളിച്ചപ്പോൾ അവരവിടെ ഇല്ല. പിന്നെ ആ വഴി പോയപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയപ്പോഴും അവരവിടെ ഇല്ല, അവർ ആശുപത്രിയിലാന്ന് പറയാം. അന്ന് പോയിരുന്നെങ്കിൽ അവർക്ക് ബില്ലടക്കാൻ നമ്മളവിടെ എത്തൂല. അപ്പോൾ ഇവർ ആശുപത്രിയിൽ വരും, ഇവർക്ക് ബില്ലടക്കാൻ ആവശ്യമുണ്ടാവും. ഇതൊക്കെ പഠിച്ചവനാണല്ലോ വരാൻ പോണ കാര്യങ്ങൾ തിരിച്ചറിയാം. അപ്പോൾ ആ രീതിയിൽ പഠിച്ച റബ്ബിൽ തവക്കുലാക്കി പഠിച്ചവന് വഴി ഉണ്ടാക്കി തരും എന്ന് വിചാരിച്ചപ്പോൾ ആ സഹോദരിക്ക്
പടച്ചുണ്ടാക്കി കൊടുക്കുന്ന ഒരു തർത്തീബാക്കൽ, ഒരു വഴിയാണ് അതിൽ കണ്ടത്. അൽഹംദുലില്ലാ അവരാ കാര്യത്തിലൊക്കെ ആശ്വാസമായിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ അള്ളാഹ് ഇടപെടുന്ന രീതികളാണ് നമുക്ക് ഈ കാണാൻ പറ്റണത്. അതേപോലെ ഈ അള്ളാഹുവിൽ ബരയേൽപ്പിക്കുമ്പോൾ ഒരുപാട് ഇടപെടലുകൾ, ആരുമില്ലാത്തവൻ്റെ കാര്യത്തിൽ പടച്ചവനെ ഇടപെടുന്ന രീതികൾ, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കാണാം. ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പം ഇരിക്കും അള്ളാഹു. അപ്പോൾ ഈ രീതിയിൽ ക്ഷമിക്കണ ഒരുപാട് ആളുകളെ, ഇപ്പോൾ ഈ പരിശുദ്ധ ഖുർആൻ്റെ ആയത്തിൻ്റെയും തിരുസുന്നത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കണേ ഒരുപാട് വിവരങ്ങളും പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും പടച്ചോൻ തന്നതാണ്, പടച്ചോനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നുള്ള ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. ഒരു പക്ഷേ ആയത്തുകളും ഹദീസുകളൊക്കെ ഇഞ്ചി പഠിച്ച് ചർച്ച ചെയ്ത് പഠിച്ച വിവരങ്ങൾ ഒരു പക്ഷേ ഇല്ലെങ്കിൽ പോലും കുട്ടികളെ വാപ്പാനെ പടച്ചോൻ കൊണ്ടേതാണ്, പടച്ചോനൊരു വഴി ഉണ്ടാക്കി തരും. രോഗം തന്നത് പടച്ചോനാണ്, അതിലുള്ളതൊരു വഴി ഉണ്ടാക്കി തരും. അപ്പോൾ രോഗം വരുമ്പോഴും മരണം വരുമ്പോഴൊക്കെ, രോഗം വരുമ്പോഴും മരണം വരുമ്പോഴൊക്കെ അള്ളാഹുവിൽ ബരയേൽപ്പിച്ചാൽ പടച്ചോനയിലൊരു തീരുമാനം ഉണ്ടാക്കി തരുന്നുള്ളൊരു അചഞ്ചലമായ വിശ്വാസം. സത്യത്തിൽ ഈ വിശ്വാസം ഒരുപാട് പഠിച്ച് നമുക്ക് ഉണ്ടാവുമുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആത്മവിശ്വാസം. ഞാൻ എന്നെ പറ്റി തന്നെ ആലോചിക്കും. ഇതിലിപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, 23-ാമത്തെ വയസ്സിൽ ഒരു കുട്ടിക്ക് ഒരു പനി വരിക, ആ കുട്ടി തളർന്നു പോവുക. 12 വയസ്സ് ഒരു ആൺകുട്ടി ഉണ്ടാവുക, വയസ്സായ കാലത്ത് ആ സഹോദരിക്ക്, അത് കഴിഞ്ഞിട്ട് ഭർത്താവ് മരിക്കുക. 12 വയസ്സായ കുട്ടിക്ക് കിഡ്നി പോയി മെഡിക്കൽ കോളേജിൽ പോവുക, അത് കൊണ്ടെടുക്കാൻ 55 വയസ്സായ താത്ത. ഒരു കുട്ടിക്ക് 7 വയസ്സും മറ്റേ കുട്ടിക്ക് 3 വയസ്സായ സമയത്ത് പിതാവിനെ കാണാനില്ലാതാവുക. അങ്ങനെ ആ പെൺകുട്ടീനെ വലുതാക്കി പഠിപ്പിച്ച് കെട്ടിച്ച് ഒരു കുട്ടിയായപ്പോൾ അതിൻ്റെ ഭർത്താവ് മരിക്കാണ്ട് ആ മകൾ തിരിച്ചു വരിക. വാപ്പകനെ കാണാതെ കാലത്ത് 3 വയസ്സായ കുട്ടി വലുതായി 18 വയസ്സായി, ആ കുട്ടി അധ്വാനിച്ച് കൊണ്ടുവരാനാവുക. അപ്പോൾ ആ കുട്ടി ആക്സിഡൻ്റായിട്ട് മരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വരുന്ന സമയത്തും പടച്ച റബ്ബ് അവരെ പിടിച്ചു നിർത്തുന്നത് അവർ അള്ളാഹുവിലൊരു അചഞ്ചലമായ വിശ്വാസം. ഇപ്പോൾ 7 വയസ്സായ കുട്ടി, അതിൻ്റെ താഴെ ഒരു കുട്ടിയും അതിൻ്റെ ഒരു താഴെ ഒരു കുട്ടി ഉണ്ടായിട്ട് ആ 3 കുട്ടികളെയും പോറ്റാൻ പാടുപെടുന്ന ഒരു സഹോദരിക്ക് ആ കുട്ടീനെ ഒരു ആസ്പത്രി നിൽക്കും, ബില്ലടക്കാൻ എന്ത് വഴി പടച്ചോനെ എന്ന് ആലോചിക്കുമ്പോഴാവുമല്ലോ മുമ്പത്തെ 2 ആഴ്ച മുമ്പ് വിളിച്ചപ്പം കാണാതെ പോയ സഹോദരിൻ്റെ മുന്നിൽ കൂടെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവസരം ഒരുക്കിയത്. ഇതൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ ഒരു വലിയ ഒരു പ്ലാനിങ്ങൊന്നുമല്ല. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ പടച്ചോൻ്റെ ഭയങ്കരമായ ആസൂത്രണങ്ങൾ. അപ്പോൾ ആ രീതിയിൽ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കിയില്ല, അള്ളാഹുവിൽ നമ്മൾ ഭരേൽപ്പിച്ചാൽ പടച്ചോൻ ഇടപെടുന്ന ഓരോ വഴികളാണ് ഇത് കാണുന്നത്. അപ്പോൾ അതേപോലെ നമ്മളെ ഫിസിയോതെറാപ്പിയിലെ കാര്യം പറഞ്ഞു. 36 വയസ്സെന്ന് പറഞ്ഞാൽ നല്ല യുവത്വമാണ്, കണ്ടാൽ എന്തിനും പറ്റണം, നല്ല ആരോഗ്യവാൻ, അത്യാവശ്യം അധ്വാനിക്കുന്ന സഹോദരനാണ്. സ്ട്രോക്ക് വന്നിട്ട് തളർന്ന് കയ്യും കാലും പോയി സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ ആ 2 ചെറിയ കുട്ടികളും കൂട്ടിയിട്ട് ഭാര്യ ആ ഭർത്താവിനെ പരിചരിക്കുന്ന രീതിയിൽ പടച്ചോനൊരു വഴി ഉണ്ടാക്കി തരും. ആ വഴിയാണല്ലോ ഇപ്പോൾ ഫിസിയോതെറാപ്പി സെൻ്ററിൽ 1 മാസം മുമ്പ് നടക്കാൻ പറ്റാതെ വന്ന ആ സഹോദരൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10 പൈസ അവർക്ക് ചിലവില്ലാത്ത രീതിയിലൊക്കെ ഭക്ഷണവും അവർക്ക് ചികിത്സ താമസം കൊടുക്കണം. സംസാരം മധ്യ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇന്നലെ പരിചയം വിളിച്ച് പറഞ്ഞു അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കണം, ഒരു പെൻഷൻ കൊടുക്കണം, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലായിട്ട് നമ്മൾ മാറണം. എപ്പോഴും പറഞ്ഞ പോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമായിരിക്കും അള്ളാഹു. അപ്പോൾ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ ഭരേൽപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ്റെ വീട്ടിൽ പോയി, ഭർത്താവ് മരിച്ചതാണ്, ഇവിടെ പേര് രക്ഷിച്ചതാണ്, 2 പഠിക്കുന്ന കുട്ടികളാണ്. സഹോദരന് ഭർത്താവ് നല്ല ആരോഗ്യമാണ്, എല്ലാവരും ചെയ്യുന്നത് പോലെ ബിസിനസ് കൊടുക്കാൻ വേണ്ടി ലോൺ എടുത്ത് കൊറോണ കാലഘട്ടത്തിൽ ബിസിനസ് പൊട്ടി, ഒരുപാട് കടം വന്ന് ബാങ്ക് ലോൺ അടക്കാൻ പറ്റിയില്ല. ഭർത്താവിന് അസുഖം വന്ന് ഭർത്താവ് മരിച്ചു, വീട് ജപ്തി ഭീഷണിയിലായി, ഒരു നിർവാഹമില്ല. മയ്യത്ത് മറയതപ്പോൾ എല്ലാവരും പറഞ്ഞിനി കടക്ക് നമുക്ക് വീട്ടാന്ന്. പക്ഷേ അത് മയ്യത്ത് മറയാൻ വേണ്ടി പറഞ്ഞൊരു ഏർപ്പാടായി മാത്രമായി പോയി.
പക്ഷെ ആരും കടം വീട്ടിയില്ല. ഇന്ന് നടക്കുന്ന ഒരു ഏർപ്പാടാണ്. മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഈ മയ്യത്തിൻ്റെ കടബാധ്യതകൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ പറയും. എന്നിട്ട് കടം കിട്ടാനുള്ള ആൾ ഇയാളെ തിരഞ്ഞു പോയി നോക്കിയാൽ പിന്നെ അത് കിട്ടില്ല. അവസാനം ഈ സ്ത്രീ ഉരുകി പോവുക. ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പള്ളി കമ്മിറ്റിക്കാരെങ്കിലും എന്തെങ്കിലും പറയായിരുന്നു. പക്ഷേ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ 8-10 അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ പോയി ചില കടങ്ങളൊക്കെ വീട്ടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഈ കുട്ടികൾക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല, അസ്വസ്ഥതകളാവും. പിന്നെ പലപ്പോഴും ചെറുപ്പക്കാരികളെ സ്ത്രീകളാണെങ്കിൽ ഓരോ ശരീരത്തിന് വില പറയുന്ന രീതിയിലുള്ള ഏർപ്പാടുകളാവും. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടും കേട്ടും നിൽക്കണതാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ പക്ഷെ അവിടെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ ആ സഹോദരി പറഞ്ഞു പടച്ചോനൊരു വഴി ഉണ്ടാക്കി തരുമ്പോൾ എല്ലാവരും ഏറ്റെടുത്തിന് കടം. പക്ഷെ ആരുമില്ല. അപ്പോൾ കടക്കാരൊക്കെ ഉണ്ട്, വീട് ജപ്തി ഭീഷണിയിൽ എത്തിയിട്ടുണ്ട്, കുട്ടികളെ പോറ്റാൻ നിർവാഹമില്ല, അധ്വാനിച്ച് വന്നിട്ട് കുട്ടികളെ പോറ്റണം, ബാങ്ക് ലോൺ അടക്കണം, എന്ത് ചെയ്യാൻ അറിയുന്നാൽ അതൊരു തുറവുണ്ടാക്കി തരുന്നുള്ള പ്രതീക്ഷയിലാണ് ആ സഹോദരി. അനുഗ്രഹം ഉണ്ടാകുമ്പോൾ കൂടുതൽ ശുക്രിയുള്ളൊരു മനസ്സും പ്രയാസം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനുള്ളൊരു മനസ്സും ഒക്കെ അള്ളാഹുവിൻ്റെ തന്നെ കിട്ടണം. ആ രീതിയിൽ അള്ളാഹുവിൽ ബരേൽപ്പിച്ച് മുന്നോട്ട് പോകണ യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഫിസിയോതെറാപ്പി സെൻ്ററിലാണെങ്കിലും ഓർഫൻ കെയറിലെ കുട്ടികളെ ആസ്പത്രി കൊടുക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ ചികിത്സ കിഡ്നി പോയ 12 വയസ്സായ കുട്ടിന് ചികിത്സൻ്റെ കാര്യമാണെങ്കിലും 68-ാമത്തെ വയസ്സിൽ കിഡ്നി കൊടുത്ത് മരുമകനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു പിതാവിൻ്റെ ഒരു കുടുംബനാഥൻ്റെ ഭാര്യയ്ക്ക് 73-ാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് കൊളസ്ട്രോൾ വിവേകമൊക്കെ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇതൊക്കെ നമ്മളെ മുന്നിൽ ഓരോ ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ്. ഇതിനൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ട് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവോടെ സമയവും സമ്പത്തും അള്ളാഹുവിനെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ യഥാർത്ഥ സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതിനൊക്കെ പൈസ തരുന്ന എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു ദുനിയാവിലെ സമാധാനം നാളെ സ്വർഗത്തിൽ ഉന്നത പദവി നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അൻത അസ്തഗ്ഫിറുക വ അസ്സലാമു അലൈക്കും.